വേണ്ട സർ. എന്തു പറ്റി? ആ ചെക്ക് ലീഫ് ഇതിനകത്ത് കാണുന്നില്ല. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് ചെക്ക് ലീഫ് എടുത്തിട്ടുണ്ടോ? അതോ എവിടേക്കെങ്കിലും ക്യാഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല മമ്മി. ഡേ, കള്ളം പറയാൻ ശ്രമിക്കല്ലേ. കമ്പനി അക്കൗണ്ടിലെ വലിയൊരു മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. എടുത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഇല്ല മമ്മി. രാജേഷ്, ഏത് സ്കൂളിലേക്കാ അത് കളക്ട് ആയിരിക്കുന്നത്? അവരോട് അതിന്റെ ഡീറ്റെയിൽസ് വാങ്ങിയിട്ടുണ്ടോ? ഓ മാഡം. ആ മാഡം, പണം ക്രെഡിറ്റ് ആയിരിക്കുന്നത് വിദ്യാലയ പബ്ലിക് സ്കൂളിലേക്കാ. ഏത് കുട്ടിക്ക് വേണ്ടിയാ? മാഡം, കുട്ടിയുടെ പേര് പ്രിയങ്ക എന്നാ. അച്ഛന്റെ പേര് സുദേവൻ. നിന്റെ അനുജത്തിക്ക് വിദ്യാലയ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് മാഡം, പക്ഷെ അത് ഫ്രീ ആയിട്ടാ. എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇനി നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടോ? അത് പത്മ. രാജേഷ്, താൻ പൊയ്ക്കോളൂ. ഇതിനെന്താ വേണ്ടതെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറയാം. ശരി മാഡം. ഈ ചെക്ക് ബുക്കിൽ നിന്ന് ഒരു ചെക്ക് ലീഫ് നീ ദൈവം പോലെ കരുതുന്ന ഈ സാറോ സൂര്യയോ നിനക്ക് തന്നിട്ടുണ്ടോ? ഇല്ല മാഡം. പിന്നെ എങ്ങനെയാടി നിന്റെ അനുജത്തിക്ക് വേണ്ടിയുള്ള ഡൊണേഷൻ ഈ ചെക്കിൽ നിന്ന് പോകുന്നത്? എനിക്കറിയില്ല മാഡം. അയ്യോ, തെളിവ് അടക്കം പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ടും നിഷേധിക്കാനാണ് നിന്റെ ഉദ്ദേശം അല്ലടി? അല്ല, നീ എന്താ പറഞ്ഞേ? വിദ്യാലയം പബ്ലിക് സ്കൂളിൽ ഫ്രീ ആയിട്ട് നിന്റെ അനുജത്തിക്ക് സീറ്റ് കിട്ടിയെന്ന്. അതിന് മാത്രം നിനക്ക് നിന്റെ കുടുംബത്തിന് എന്താണ് ഇത്ര പ്രത്യേകത? നിന്റെ അച്ഛൻ ആ കൂലിപ്പണി ചെയ്യുന്ന സുദേവൻ തന്നെയല്ലേ, അല്ലാതെ മഹാരാജാവൊന്നും അല്ലല്ലോ. മാഡം, ഞാൻ പറയുന്ന സത്യ. അല്ലെങ്കിൽ മാഡം ആരതിയോട് വിളിച്ച് ചോദിച്ചു നോക്ക്. ഏതാരതേടി? അവള് നീയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട ഇപ്പൊ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഭീഷണി. അവളെ ഏത് കാര്യത്തിനും കേസ് കൊടുക്കാൻ പറയുന്നതല്ലേ മമ്മി. മമ്മി ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയാ ചെക്ക് ലീഫ് നഷ്ടപ്പെട്ടതെന്ന് അപ്പ അറിയാലോ. എന്റെ അനിയത്തിയുടെ സ്കൂളിലേക്ക് അതിലെ പണം പോയത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. സാർ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സാറ് വിശ്വസിക്കുന്നുണ്ടോ? നീ ഡാഡിക്ക് പ്രഷർ കൊടുക്കണ്ട. ഡാഡി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എപ്പോഴും നിന്നെ ന്യായീകരിച്ചേനെ. ഡാഡി മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിന്റെ അർത്ഥം നീ കള്ളത്തരം ചെയ്തു തന്നെയാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ലത്. ഇതെന്നെ കളിയാക്കാൻ വേണ്ടി ആരോ കരുതിക്കൂട്ടി ചെയ്തതാ. ആരടി നീ ഉദ്ദേശിക്കുന്നത്? എന്നെയാണോ അതോ എന്റെ ഈ മക്കളെയാണോ? നിന്റെ അനുജത്തെ പഠിപ്പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനടി? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുടുംബം കൊള്ളയടിക്കാനാണ് നിന്റെ ശ്രമമെന്ന്. അന്ന് നിന്നെ ന്യായീകരിക്കാൻ ആളുണ്ടായിരുന്നു. ദേ, ഈ മനുഷ്യനടക്കം. ഇപ്പൊ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൗനം. സർ, ഞാൻ കാല് പിടിക്കാം. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടില്ല. സാർ എന്നെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സർ. സാർ, നിന്നെ ന്യായീകരിക്കുന്നതിൽ ആ
ആ മനുഷ്യന് അർത്ഥമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാ മിണ്ടാതെ പോയ. ഞാനും എന്റെ ഭർത്താവും മോശക്കാരാണെന്ന് പറയാൻ ഒരുപാട് മത്സരിച്ചതല്ലേ നീ? ഞങ്ങള് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അത് ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ സമ്പത്തില്, അല്ലാതെ നിന്നെ പോലെ കട്ടിട്ടല്ല. നീ നല്ലവളായതുകൊണ്ടാണല്ലോ എല്ലാവരുടെയും മുന്നിലിട്ട് എന്നെ ചീത്തയാക്കിയത്. ഇപ്പൊ എവിടെ പോയിടി നിന്റെ ശൗര്യം? കുറച്ചു കഴിയുമ്പോൾ സൂര്യ വരും. സൂര്യയുടെയും എതിയുടെയും മുമ്പില് നീയാണ് അത് ചെയ്തതെന്ന് സമ്മതിച്ച വേണമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം നിന്റെ വീട് വരെ പോവും. നിന്റെ അച്ഛനുണ്ടല്ലോ ആ സുദേവൻ, അയാളും ഈ പണത്തിന്റെ പേരിൽ സീറ്റ് കൈപ്പറ്റിയ നിന്റെ അനുജത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കേണ്ടി വരും. കേട്ടോടി പേരും കള്ളി. ഡാഡി നിന്നെ കൈവിട്ടെങ്കിലേ ഈ വിഷയത്തിൽ സൂര്യ നിന്നെ കൈവിടും. പിന്നെ നിനക്ക് ശേഷിക്കുന്ന മാർഗം ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളതാ. പക്ഷേ ഇവിടുന്ന് കട്ടെടുത്ത പണം തിരികെ കൊണ്ടുവരണം. ഇവളുടെ കുടുംബത്തിനെ മൊത്തം തൂക്കി വിറ്റാ കിട്ടുമോ 2 ലക്ഷം രൂപ? ആന്റി പറഞ്ഞത് മര്യാദയ്ക്ക് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. വാ. എനിക്കറിഞ്ഞൂടെ രാജുവേട്ട, ഇത് സാർ എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന രാജുവേട്ടന് തോന്നുന്നുണ്ടോ? ആർക്കാ രാജുവേട്ട എന്നെ ഇങ്ങനെ കൊല്ല ചെയ്യണ്ടേ? എന്റെ കുടുംബം ഇവിടെ വന്ന് താമസിച്ചതല്ലേ പ്രശ്നം. അതുകൊണ്ടല്ലേ അവരും ചേർത്ത് ഇങ്ങനെ പ്രതികളായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് മടുത്തു രാജുവേട്ട. ഇതിലും ഭേദം അവരെല്ലാരും കൂടി എന്നെ കൊന്നോട്ടെ.